ഹായ് വ്യൂവേഴ്സ്, മായാസ് കിച്ചൺ സീക്രട്സിലേക്ക് സ്വാഗതം. ഇന്ന് വടുകപ്പുളി നാരങ്ങ കൊണ്ടുള്ള അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിന് സാമാന്യം വലിപ്പമുണ്ട്, നല്ല കയ്പുമുണ്ട്. എണ്ണയും പ്രിസർവേറ്റീവ്സും ഒന്നും ഇല്ലാതെയാണ് ഈ നാരങ്ങ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഈ നാരങ്ങയുടെ അച്ചാർ ഉണ്ടാക്കാറുണ്ട്. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നാരങ്ങയാണ് അച്ചാർ ഉണ്ടാക്കുവാനായി എടുക്കുന്നത്. നല്ല മഞ്ഞ കളറൊക്കെയുള്ള ഫ്രഷ് നാരങ്ങയാണിത്. ഇത് കട്ട് ചെയ്തെടുക്കാം. നാരങ്ങ നീരൊന്നും താഴെ പോകാതെ ഇത്രയും വലിപ്പമുള്ള പീസസായി കട്ട് ചെയ്തെടുക്കുക. അച്ചാറിൽ ചേർക്കുവാനായി നാരങ്ങയുടെ കൂടെ 6 പച്ചമുളക്, സാമാന്യ വലിപ്പമുള്ള ഒരു ഇഞ്ചി, ഉലുവാപ്പൊടി, കായം, മുളക് പൊടി എന്നിവ എടുത്തിട്ടുണ്ട്. നാരങ്ങ എത്ര എടുക്കുന്നു എന്നതിനനുസരിച്ച് ഈ സ്പൈസസിൻ്റെയൊക്കെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരാം. പച്ചമുളകും ഇഞ്ചിയും ചെറുതായി നുറുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളമെടുത്ത് തിളപ്പിക്കുക. ഒരുപാട് വലിപ്പമില്ലാത്ത നാരങ്ങ ആയതുകൊണ്ട് ഒരു ചെറിയ ഗ്ലാസ്സിനാണ് വെള്ളമെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഇട്ട് തിളപ്പിക്കുക. വെള്ളം വെട്ടിത്തിളയ്ക്കുമ്പോൾ അതിലേക്ക് മുറിച്ച് വച്ചിരിക്കുന്ന നാരങ്ങ കഷ്ണങ്ങളും ഇഞ്ചിയും പച്ചമുളകും ചേർക്കുക. ഇവ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനിയും നാരങ്ങ വെള്ളത്തിൽ കിടന്ന് തിളച്ചാൽ അതിലെ ജ്യൂസ് മുഴുവനും ആ വെള്ളത്തിൽ അലിഞ്ഞു പോകും. അതുകൊണ്ട് ഇവയെല്ലാം കൂടിയിട്ട് നല്ലവണ്ണം ഇളക്കി കുറേ നേരം അടച്ചു വെക്കുക. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. മുളക് പൊടി, ഉലുവ പൊടിച്ചത്, കായം ഇവ 3 ചേർക്കുക. എരിവും ഉപ്പും ഒക്കെ എത്രയാകാം എന്നതനുസരിച്ച് സ്പൈസസിൻ്റെ അളവിൽ വ്യത്യാസം വരാം. ഇവയെല്ലാം ഇളക്കി യോജിപ്പിച്ചാൽ അച്ചാറായി. അച്ചാർ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലേക്ക് മാറ്റാം. നാരങ്ങ ഒന്ന് അലിക്കണമല്ലോ. അതിനായി ഒരു അലക്കിയ തുണി കുപ്പിയുടെ വാവട്ടത്തിന് മുറിച്ച് നല്ലെണ്ണയിൽ മുക്കി നാരങ്ങയുടെ പുറത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്താൽ നാരങ്ങയിലേക്ക് പൂപ്പലൊന്നും പിടിക്കില്ല. എളുപ്പമല്ലേ ഈ അച്ചാർ ഉണ്ടാക്കുവാൻ? എല്ലാവരും ഉണ്ടാക്കി നോക്കൂ.